നല്ല ഔട്ട്പുട്ട് ഈ വാഹനത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. കൊള്ളാലോടോ, പൊളിതാണ് ഫ്യൂൽ കപ്പാസിറ്റിയാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഓവറോൾ നോക്കുന്ന സമയത്ത് ഈ സെഗ്മെന്റിൽ തന്നെ ഏറ്റവും ലെങ്ത് കൂടിയ ഒരു വാഹനമാണ് നമ്മുടെ ഹോണ്ട സിറ്റി. ഓക്കെ, ഇവിടുന്ന് കേൾക്കാം. അത് കഴിഞ്ഞ് ഇവിടെ ഈ ഒരു കാണുന്ന ബട്ടൺ നമ്മൾ ഒന്ന് ഹോൾഡ് ചെയ്യുക. നമസ്കാരം, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് 30 വർഷമായി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെഡാൻ കാറ് പരിചയപ്പെടുത്താനാണ്. വേറെ വാഹനമൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഹോണ്ട സിറ്റി പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഈ 30 വർഷമായിട്ടും 5 ജനറേഷൻ ഹോണ്ട സിറ്റി നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അതിൽ 5ാമത്തെ ജനറേഷനിൽ നമ്മൾ രണ്ടാമത്തെ ഫേസ് ലിഫ്റ്റാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2026 ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റ് നമ്മുടെ ഹോണ്ട സിറ്റി നമുക്ക് പരിചയപ്പെടാം. ഫ്രണ്ട് ലുക്ക് നോക്കുന്ന സമയത്ത് വൈഡ് വിൻഷീൽഡ്, വൈപ്പർ വിത്ത് ഫ്രഷർ എല്ലാ വാഹനങ്ങളിലും ഉള്ളതുപോലെ തന്നെ ഹോണ്ടയിലും കൊടുത്തിട്ടുണ്ട്. ഇതിൽ നേരത്തെ ഉള്ള വാഹനത്തിൻ്റെ കാര്യം ഇനി അത് ഓട്ടോമാറ്റിക് വൈപ്പറിന്റെ സെൻസറും കാര്യങ്ങളും എല്ലാം ഈ വാഹനത്തിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ തൊട്ട് താഴോട്ട് വരുന്ന സമയത്ത് ഹുഡിൽ അതിമനോഹരമായ എയർ ഡ്രാഗും കാര്യങ്ങളും എല്ലാം ഈ വാഹനത്തിൽ ഹോണ്ട നല്ല രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതിന്റെ തൊട്ട് താഴോട്ട് വരുമ്പോൾ നമുക്ക് നോക്കാം ഹോണ്ടയുടെ എംബ്ലം. പഴയ ഹോണ്ട സിറ്റിയുടെ ഫേസ് ലിഫ്റ്റിൽ നിന്ന് പുതിയ ഫേസ് ലിഫ്റ്റിലോട്ട് വന്നപ്പോൾ ഹോണ്ടയുടെ എംബ്ലത്തിൽ പോലും കാര്യമായ മാറ്റവും കാര്യങ്ങളും എല്ലാം ഹോണ്ട സിറ്റി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതിന്റെ തൊട്ട് താഴോട്ട് വരുമ്പോഴാണ് നമുക്ക് ഹണികോംബ് ഗ്രില്ല് ഈ വാഹനത്തിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഏറ്റവും താഴത്തേക്ക് വരുന്ന സമയത്തും അവിടെയും ഒരു ഹണികോംബ് ഗ്രില്ല് ഈ വാഹനത്തിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് സെന്ററിലായിട്ടാണ് നമുക്ക് 360 ക്യാമറയും കാര്യങ്ങളും എല്ലാം വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കാം, നമുക്ക് സൈഡ് ലുക്കിലോട്ട് നോക്കാം. സൈഡ് ലുക്ക് നോക്കുന്ന സമയത്ത് ഞാൻ ഏത് വാഹനമാണെന്ന് പറയുന്നില്ല, അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു പ്രീമിയം കാറിന്റെ എന്ന് വെച്ചാൽ ഇച്ചിരി വലിയൊരു പ്രീമിയം കാറിന്റെ ലുക്ക് തോന്നിക്കുന്ന രീതിയിലുള്ള സൈഡ് ലുക്ക് ഈ വാഹനത്തിൽ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഹെഡ്ലൈറ്റ് നോക്കുന്ന സമയത്ത് കണക്ടർ DRL ആണ് ഈ വാഹനത്തിൽ വരുന്നത്. ഒരു ഓട്ടോമാറ്റിക് പ്രൊജക്ടർ ലൈറ്റ് ആണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഈ സെന്ററിലോട്ട് വരുമ്പോൾ ഒരു LED സ്ട്രിപ്പ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലാമ്പും കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ കൊടുത്തിട്ടില്ല. പിന്നെ ഒരു എയർ സ്കൂബ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് ഈ രണ്ട് സൈഡിലും നമുക്ക് നല്ല രീതിയിൽ കാണാവുന്നതാണ്. ഓക്കെ, നമുക്കിനി ഈ വാഹനത്തിന്റെ സൈഡ് ലുക്ക് പരിചയപ്പെടാം. സൈഡ് ലുക്ക് നോക്കുന്ന സമയത്ത് 16 ഇഞ്ചിന്റെ ടയറാണ് ഈ വാഹനത്തിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഒരു 5 സ്പോക്ക് ഡയമണ്ട് കട്ട് അലോയ് വീലാണ് വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ ഡിസ്ക് വീലും ബാക്കിൽ നോർമൽ ഡ്രം വീലുമാണ് ഈ വാഹനത്തിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ വാഹനത്തിന്റെ ORVM നോക്കാം. ORVM നോക്കുന്ന സമയത്ത് ബോഡി കളർ ORVM ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ താഴെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല 360 ക്യാമറ ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു വാഹനത്തും ഇല്ലാത്തൊരു ഫീച്ചറാണ് നമുക്കിതിന്റെ ലൈൻ കീപ്പ് അസിസ്റ്റന്റ്. ഈ ലെഫ്റ്റ് സൈഡിൽ മാത്രമായിട്ട് നമ്മൾ അഡീഷണൽ ഒരു ക്യാമറയും ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഇതിന്റെ ഡോർ ഹാൻഡിൽ നോക്കാം. ഡോർ ഹാൻഡിലൊക്കെ നോക്കുന്ന സമയത്ത് ബോഡി കളർ ഡോർ ഹാൻഡിലാണ് വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ക്വിക്ക് സെൻസറിന്റെ സ്വിച്ചും കാര്യങ്ങളെല്ലാം വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിതിന്റെ ഫ്യൂവൽ കപ്പാസിറ്റി പറയുന്ന സമയത്ത് 45 ലിറ്റർ ഫ്യൂവൽ കപ്പാസിറ്റിയാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഓവറോൾ നോക്കുന്ന സമയത്ത് ഈ സെഗ്മെന്റിൽ തന്നെ ഏറ്റവും ലെങ്ത് കൂടിയ ഒരു വാഹനമാണ് നമ്മുടെ ഹോണ്ട സിറ്റി. ഓക്കെ, നമുക്കിനി ഈ വാഹനത്തിന്റെ റിയർ സൈഡ് പരിചയപ്പെടാം. റിയർ സൈഡ് ഒറ്റ നോട്ടത്തിൽ നോക്കുവാണെങ്കിലും പഴയ ഹോണ്ട സിറ്റിയെക്കാളും ഒരുപാട് വ്യത്യാസം ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട്. ഫ്രണ്ടിലും റിയറിലുമാണ് ഏറ്റവും കൂടുതൽ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. നമുക്ക് മുകളിൽ നിന്ന് തന്നെ നോക്കാം. മേളിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഷാർപ്പിൻ ആനിന്റെ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് D4 വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിന്റെ സ്പോയിലറാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പോയിലറും കാര്യങ്ങളെല്ലാം ഹോണ്ട ഇതിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ മാറിയതുപോലെ തന്നെ നമുക്ക് ഹോണ്ടയുടെ എംബ്ലവും കാര്യങ്ങളും എല്ലാം ഇവിടെയും മാറിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായ ഒരു മാറ്റം വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ടെയിൽ ലൈറ്റ് ആണ്. ഓക്കെ, നമ്മളൊരു പ്രീമിയം കാറിൽ എൻ്റെ അറിവിലൊരു പ്രീമിയം കാറിൽ ഉള്ളതുപോലെ തന്നെ ആണ് ഇതിലായിട്ട് വെച്ചിരിക്കുന്നത്. ഇതിൽ ക്ലിയർ ലെൻസ് ടെയിൽ ലൈറ്റ് ആണ് നമ്മൾ ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. മാത്രമല്ല ഒരു സ്മോക്കി എഫക്റ്റ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റർ നമുക്ക് ഈ സൈഡിലാണ് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വരുന്നത്. ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളും എല്ലാം പഴയ വാഹനങ്ങളിൽ ഉള്ളതുപോലെ തന്നെ ഇതിനകത്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ സെന്ററിലോട്ട് വരുന്ന സമയത്ത് ഒരു പിയാനോ ബ്ലാക്കിന്റെ ഒരു എലമെന്റ് ഈ വാഹനത്തിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിയർ ക്യാമറയും കാര്യങ്ങളും എല്ലാം ഈ സൈഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പുറകിൽ നോക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല സ്പോർട്ടി ലുക്കുള്ള ഡിഫ്യൂസറും കാര്യങ്ങളും എല്ലാം നമുക്ക് ഹോണ്ട സിറ്റിയിൽ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സെൻസറും കാര്യങ്ങളും എല്ലാം ബമ്പറിൽ തന്നെയാണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി ഈ വാഹനത്തിന്റെ ബൂട്ട് സ്പേസ് നോക്കാം.
ഒരു സെഡാൻ സെഗ്മെന്റ് നോക്കുവാണെങ്കിൽ ഏത് വാഹനം എടുത്തു കഴിഞ്ഞാലും അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസും കാര്യങ്ങളും എല്ലാം എല്ലാ വാഹനങ്ങളിലും വരും. ഹോണ്ട സിറ്റിയിൽ 506 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് സ്പെയർ വീലും അതിന്റെ ടൂളും കാര്യങ്ങളും എല്ലാം ഈ സൈഡിലായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഈ വാഹനത്തിന്റെ ഡ്രൈവർ സൈഡ് പരിചയപ്പെടാം. ഓക്കെ, ഡ്രൈവർ സൈഡ് നോക്കുന്ന സമയത്ത് നമുക്ക് 4 ഡോർ പവർ വിൻഡോയുടെ സ്വിച്ചും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലോക്ക് ബട്ടൺ, അൺലോക്ക് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ മിറർ ഹോൾഡറിന്റെ ബട്ടണും കാര്യങ്ങളും അതിന്റെ അഡ്ജസ്റ്റബിളും കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോർ പാഡ് ഓവറോൾ നോക്കുന്ന സമയത്ത് ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഷെയ്ഡിലാണ് ഈ വാഹനം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഡോർ പാഡും കാര്യങ്ങളുമാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ നമുക്ക് 4 4 ഡോറും ആന്റി പിഞ്ചാണ് വരുന്നത്. അപ്പൊ അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. വെന്റിലേറ്റഡ് സീറ്റ് ഈ വാഹനത്തിൽ, ഹോണ്ട സിറ്റിയിൽ പുതിയ വാഹനത്തിൽ വെന്റിലേറ്റഡ് സീറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് കൊടുത്തിട്ടുണ്ട്. അത് മാനുവലായിട്ടാണ് ഈ വാഹനത്തിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മളിനി കയറിയിരുന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ടിൽറ്റഡ് ആൻഡ് ടെലസ്കോപ്പിക് സ്റ്റിയറിംഗ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇതിന്റെ ഇന്റീരിയൽ പരിചയപ്പെടുമ്പോൾ ഓവറോൾ അത്യാവശ്യം നല്ല പ്രീമിയം രീതിയിലാണ് ഇതിന്റെ ഇന്റീരിയൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം സ്റ്റിയറിംഗ് നോക്കാം. സ്റ്റിയറിംഗ് നോക്കുന്ന സമയത്ത് ഇവിടെ ഓഡിയോ കൺട്രോൾ സ്വിച്ചും കാര്യങ്ങളും എല്ലാം ഈ സൈഡിലായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നു. പിന്നെ ഹോണ്ടയുടെ ഒരു ലോഗോ ഇവിടെ ബാഡ്ജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് റൈറ്റ് സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ അഡാസ് ലെവൽ 2 സ്വിച്ചസും കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ലൈൻ കീപ്പ് അസിസ്റ്റന്റേയും സ്വിച്ചും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ഓക്കെ, പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ക്ലസ്റ്റർ ആണ്. അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് ഇതിന്റെ ക്ലസ്റ്റർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിസിബിൾ ആകുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഹോണ്ട ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പോർട്സ് ലുക്ക് തോന്നിക്കുന്ന രീതിയിലുള്ള സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ആണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിനൊരു റെഡ് ലൈറ്റും കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കുന്ന സമയത്ത് ഒരു 10 ഇഞ്ചിന്റെ ഒരു ടച്ച് സ്ക്രീൻ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അത്യാവശ്യം വാഹനത്തിൽ നിന്ന് പൊങ്ങിയിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് തോന്നിയിരിക്കുന്നത്. നമുക്ക് ഓക്കെ, കുഴപ്പമില്ല. പിന്നെ നമുക്ക് നോക്കുന്ന സമയത്ത് ഓഡിയോ നമ്മുടെ AC സ്വിച്ചും കാര്യങ്ങളെല്ലാം ഈ സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഇത് നമുക്ക് അത്യാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ സ്വിച്ചും കാര്യങ്ങളെല്ലാം വാഹനത്തിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ വെന്റിലേറ്ററിന്റെ സ്വിച്ചും കാര്യങ്ങളും എല്ലാം ഈ 2 സൈഡിലായിട്ട് ഈ വാഹനത്തിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ താഴോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരു സി പോർട്ടിന്റെ ചാർജർ, അതിന്റെ പ്ലഗ് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു 12 വോൾട്ടിന്റെ USB അഡാപ്റ്ററും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഈ വാഹനത്തിൽ ഇത് അഡീഷണൽ ആക്സസറീസ് ചെയ്തതാണ്. നമുക്ക് വയർലെസ് ചാർജും കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ വരുന്നില്ല. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ലൊരു ഗ്ലൗ ബോക്സും കാര്യങ്ങളിൽ ഈ വാഹനത്തിൽ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഡാഷ്ബോർഡ് നോക്കുന്ന സമയത്ത് ഒരു 3 കളർ ഷെയ്ഡ് വരുന്നത് പോലെയാണ് നമുക്കിത് ഫീൽ ചെയ്യുന്നത്. ബ്ലാക്ക് വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്. പിന്നെ സെൻട്രലി നമുക്കൊരു കാർബൺ ഫൈബർ മെറ്റീരിയൽ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു എലമെന്റ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആംബിയൻ ലൈറ്റ് ഈ വാഹനത്തിന്റെ സെൻട്രലായിട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല പ്രീമിയം രീതിയിൽ തന്നെയാണ് ഈ വാഹനം കൊടുത്തിരിക്കുന്നത്. ഒരു സമാധാനമായിട്ട് ഓടിക്കുന്ന കസ്റ്റമർക്കാണെങ്കിൽ നമുക്ക് ഈ വാഹനം നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെടുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്കൊരു ഗിയർ ബോക്സ് നോക്കാം. ഒരു CVT ഗിയർ ബോക്സ് ആണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. ഇതാണ് എക്കോ മോഡിന്റെ പ്രത്യേക സ്വിച്ചും കാര്യങ്ങളെല്ലാം വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. എക്കോ മോഡിലോട്ട് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല മൈലേജും കാര്യങ്ങളും കിട്ടുമെന്നാണ് ഹോണ്ട അവകാശപ്പെടുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിന്റെ പാർക്കിംഗ് ബ്രേക്ക് വരുന്നത് മാനുവൽ ആയിട്ടാണ് വരുന്നത്. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ പാർക്കിംഗ് ബ്രേക്ക് ഒന്നും ഈ വാഹനത്തിൽ കൊടുത്തിട്ടില്ല. ഓക്കെ, പിന്നെ എടുത്ത് പറയേണ്ടതാണ് ഇതിന്റെ IRVM. നമുക്ക് ഓട്ടോമാറ്റിക് IRVM ആണ് വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. റീഡിംഗ് ലാമ്പ് രണ്ടും അത്യാവശ്യം നല്ല പ്രീമിയം രീതിയിൽ തന്നെ റീഡിംഗ് ലാമ്പും കാര്യങ്ങളെല്ലാം വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ സൺറൂഫ് ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൺറൂഫ് വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നല്ല പ്രീമിയം ആയിട്ട് ഒരു ആംബ്രസ്റ്റ് വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ലഗേജ് സ്പേസും കാര്യങ്ങളെല്ലാം ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹോണ്ട സിറ്റി അടിമുടി മാറിയെന്ന് തന്നെ നമുക്ക് പറയാം. നമുക്കിനി ഈ വാഹനത്തിന്റെ റിയർ സീറ്റ് എങ്ങനെയുണ്ടോ നോക്കാം. ഓക്കെ, അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ഈ വാഹനത്തിൽ ഹോണ്ട കൊടുത്തിട്ടുണ്ട്. ഹോണ്ട സിറ്റി വാഹനങ്ങൾ ഉപയോഗിച്ച എല്ലാവർക്കും അറിയാം അത്യാവശ്യം നല്ല ലെഗ് റൂമും ഹെഡ് റൂമും ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്നെ പോലെ ഒരാൾക്ക് അത്യാവശ്യം നല്ല ടൈ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു ഹാം റെസ്റ്റ് വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് നടുക്ക് തന്നെ നമുക്ക് സാധനങ്ങൾ വയ്ക്കാൻ വെച്ച ചെറിയൊരു ബോട്ടിൽ ഹോൾഡറും കാര്യങ്ങളെല്ലാം വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് റിയർ AC വെന്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ തന്നെ 2 സി പോർട്ടിന്റെ അഡാപ്റ്ററും കാര്യങ്ങളെല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് രണ്ട് സൈഡിലും രണ്ട് പോക്കറ്റ്, കോ ഡ്രൈവറിന്റെ സൈഡിന്റെയും ഡ്രൈവർ സൈഡിന്റെയും പുറയിൽ പോക്കറ്റും കാര്യങ്ങളെല്ലാം വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹോണ്ട സിറ്റി നമുക്ക് എല്ലാ കുടുംബങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് ഹോണ്ട സിറ്റി. കാരണം അതിന്റെ ഏറ്റവും പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ഹെഡ് റൂമും ലെഗ് റൂമുമാണ്. നമുക്ക് എത്ര ഹൈറ്റുള്ള ആൾക്കാർ ഇരുന്ന് കഴിഞ്ഞാലും നമുക്ക് എത്ര ദൂരം പോയാലും നമുക്ക് ഈ ലെഗ് റൂമും ഹെഡ് റൂമും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വലിയ ക്ഷീണവും കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ ഉണ്ടാവുന്നില്ലല്ലോ. പിന്നെ ആൾറെഡി നമുക്കൊരു വൈറ്റ് കളറിലാണ് ഈ വാഹനം ഫുള്ള് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ വാഹനത്തിൽ കയറുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഈ വാഹനത്തിൽ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക ഒരു പുതിയ ഫീച്ചറാണ്, നമുക്ക് റിയറിൽ കർട്ടൻ വാഹനത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രൈവസിക്ക് വേണ്ടി നമുക്ക് ഈ സൺഷെയ്ഡ് വലിച്ചിടാവുന്നതാണ്. അത് നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. നമുക്കിനി ഈ വാഹനത്തിന്റെ എഞ്ചിൻ പരിചയപ്പെടാം. എഞ്ചിൻ നോക്കുന്ന സമയത്ത് 1.5 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പിറേറ്റഡ് ആയ ഒരു എഞ്ചിനാണ് നമുക്ക് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. ഒരു IV10 എഞ്ചിൻ എന്ന രീതിയിൽ നമുക്ക് ഈ വാഹനത്തിനെ പറയാവുന്നതാണ്. ഓക്കെ, പിന്നെ ഇത് നമുക്ക് CVT ഗിയർ ബോക്സിലും അവൈലബിൾ ആണ്, അതുപോലെ തന്നെ മാനുവൽ ഗിയർ ബോക്സിലും അവൈലബിൾ ആണ്. നമുക്കൊരു 6 സ്പീഡ് മാനുവലിലും 7 സ്പീഡ് ഓട്ടോമാറ്റിക്കലും ഈ വാഹനം നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഹോണ്ട സിറ്റിയുടെ കീയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഹിഡൻ ഫീച്ചറാണ്, നമുക്കിത് പരിചയപ്പെടാം. ഓക്കെ, നമുക്ക് നോക്കുന്ന സമയത്ത് ഈ വാഹനത്തിൽ ലോക്ക് ബട്ടൺ ഒന്ന് ഞെക്കുക. ഓക്കെ, പ്രസ് ചെയ്യുക. അത് കഴിയുമ്പോൾ അത് ഒന്നും കൂടെ പ്രസ് ചെയ്യുക. ഇത് കഴിഞ്ഞ് നമുക്കൊരു ഡീപ്പ് സൗണ്ട് അവിടെ നിന്ന് കേൾക്കാം. അത് കഴിഞ്ഞ് ഇവിടെ ഈ ഒരു കാണുന്ന ബട്ടൺ നമ്മൾ ഒന്ന് ഹോൾഡ് ചെയ്യുക. വാഹനം ഓടിച്ചുകൊണ്ട് പറയാം. അപ്പോൾ നമുക്ക് ഈ വാഹനം ഇനിഷ്യൽ കാല് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റെസ്പോൺസ് ഈ വാഹനം തരുന്നുണ്ട്. നല്ല നമുക്ക് റൈഡിങ് കംഫർട്ടും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ തന്നെ വാഹനം നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഇതിന്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1.5 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പിറേറ്റഡ് ആയ ഒരു എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത്. പിന്നെ 145 ടോർക്കിൽ നമുക്ക് 121 HP പവർ ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിയ കാര്യമായ ഒരു കുഴപ്പമൊന്നുമില്ലാത്ത ഒരു എഞ്ചിൻ തന്നെയാണ് ഈ വാഹനത്തിൽ വരുന്നത്. പിന്നെ ഇത് നമുക്ക് ആദ്യമേ നമുക്ക് പറയാം, ഈ വാഹനം ഒരു സ്പോർട്ടി രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരു വാഹനമല്ല. നമുക്കൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഓടിക്കുന്ന ഒരു ആൾക്കാർക്കാണെങ്കിൽ ഈ വാഹനം നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. കാരണം ഇതിന്റെ എഞ്ചിൻ ആയാലും ഇതിന്റെ സർവീസ് ആയാലും ഇതിന്റെ ഓവറോൾ ലുക്ക് ആയാലും നമുക്ക് ഈ വാഹനം ഇങ്ങനെ യൂസ് ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഓക്കെ, പിന്നെ പവറിലും കാര്യങ്ങളൊന്നും കാര്യമായ കുറവുകളോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. എന്നാലും ഇതിന്റെ വേറൊരു സെഗ്മെന്റിലെ ഇതിന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന സെഗ്മെന്റ് വെച്ച് നോക്കുവാണെങ്കിൽ കമ്പാരിറ്റീവ്ലി നമുക്ക് കുറച്ച് കുറവായിരിക്കും ഈ വാഹനത്തിൽ. പിന്നെ അതുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതിന്റെ അതിനെക്കാളും കൂടുതൽ മൈലേജും കാര്യങ്ങളും ഈ വാഹനത്തിൽ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ എപ്പോഴും കുറവായിരിക്കും. പിന്നെ എഞ്ചിൻ ലൈഫ്, ഹോണ്ടയുടെ എഞ്ചിൻ ലൈഫ് നമുക്ക് ഇതിൽ കൂടുതലായിരിക്കും കിട്ടുന്നത്. ഓക്കെ, പെട്ടെന്ന് എല്ലാവരും ചൂസ് ചെയ്യുന്ന വാഹനമല്ല ഇത്. കൂടുതലും ഡോക്ടർമാര്, ടീച്ചേഴ്സ്മാര്, അങ്ങനെ ഒരു 30 വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാർ, ഒരു പക്വതയാർന്ന ആൾക്കാരാണ് കൂടുതലും ഈ വാഹനം യൂസ് ചെയ്യുന്നത്. ഓക്കെ, കാലം പറയത്തക്ക കാര്യമായ ഒരു പ്രോബ്ലം കാര്യങ്ങളും എനിക്ക് തോന്നിയില്ല. ആകപ്പാടെ ഒരു പ്രോബ്ലം തോന്നിയത് ഇതിനകത്ത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റും കാര്യങ്ങളും ഈ വാഹനത്തിൽ കൊടുത്തിട്ടില്ല, ഇത്രയും വലിയ വാഹനമായിട്ട്. മാത്രമല്ല നമുക്ക് ഈ ടച്ച് സ്ക്രീൻ കുറച്ച് മുകളോട്ട് നിൽക്കുന്നത് കുറച്ചൊരു കുഴപ്പമായിട്ട് തോന്നി. എന്നാലും നമുക്ക് വലിയ കാര്യമായ കുഴപ്പവും കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ കുഴപ്പമില്ല. ഓക്കെ, പിന്നെ ഈ നമ്മളൊരു വാഹനം എടുക്കുന്ന സമയത്ത് ആ വാഹനത്തിൽ ഇരുന്ന് യാത്ര ചെയ്യാനുള്ള റൈഡിങ് കംഫർട്ടാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഇതിന്റെ ബാക്ക് റോ സീറ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് ലെഗ് റൂമും ഹെഡ് റൂമും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എത്ര ലോങ് യാത്ര പോയി കഴിഞ്ഞാലും നമുക്ക് കാര്യമായ ക്ഷീണവും കാര്യങ്ങളും ഒന്നും വരത്തില്ല. കാരണം പിള്ളേരല്ല, അത്യാവശ്യം ഏജ്ഡ് ആയിട്ട് ഇരുന്ന ആളുകൾ ഇരുന്നാൽ പോലും നമുക്ക് ക്ഷീണവും കാര്യങ്ങളൊന്നും വരാറില്ല. അത് ഒരു വാല്യൂ ഫോർ പോയിന്റ് എന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റും. പവർ ഈ ഹോണ്ട സിറ്റി എന്ന ഈ വാഹനത്തിന് പവർ കുറവും കാര്യങ്ങളുമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് നോർമൽ അല്ലാതെ ഇതിനകത്ത് സ്പോർട്സ് മോഡ് എന്നൊരു ഓപ്ഷനും കൂടെ ഹോണ്ട സിറ്റി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് നേരെ സ്പോർട്സിലോട്ട് ഇടുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ആക്സിലറേഷൻ നോക്കാം. ഇതിന്റെ സ്പോർട്സ് മോഡിലോട്ട് ഇടുന്ന സമയത്ത് ഇത് മാനുവലായിരിക്കും വീഴുന്നത്. നമുക്ക് പാഡൽ ഷിഫ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്ലസ് ചെയ്ത് വിടാവുന്നതാണ്. അത്യാവശ്യം നല്ല ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറിലൊക്കെ നല്ല ഔട്ട്പുട്ട് ഈ വാഹനത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. കൊള്ളാലോട്ടോ, പൊളി സാധനം. പിന്നെ നമുക്ക് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു എക്കോ, ഒരു പച്ച കളറിലൊക്കെ കൊടുത്തൊരു എക്കോ മോഡ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അഥവാ ഈ എക്കോ മോഡ് നമ്മൾ പ്രസ് ചെയ്ത് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളും ഈ വാഹനത്തിൽ കിട്ടുന്നതാണ്. ഓക്കെ, പിന്നെ ഇത് എങ്ങനെയുള്ള കസ്റ്റമർ എടുക്കണമെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ലോങ് യാത്ര ചെയ്യുന്ന കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് വലിയ ഫീച്ചറിനോടും താല്പര്യമൊന്നും ഇല്ലെങ്കിലും പിന്നെ നിങ്ങൾക്ക് സർവീസ് കോസ്റ്റും നിങ്ങൾക്ക് യാത്രാ സുഖം കൂടുതൽ വേണമെങ്കിലും നിങ്ങൾ തീർച്ചയായും നമുക്ക് ഹോണ്ട സിറ്റി നോക്കാം. കാരണം
ഈ ഒരു സെഗ്മെന്റിൽ നിങ്ങൾ ഹൈബ്രിഡ് നോക്കുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ ഈ ഒരു സെഗ്മെന്റിൽ വേറെ ഹൈബ്രിഡ് വാഹനമില്ല. നമുക്ക് SUV-യിൽ മാത്രമേ ഉള്ളൂ ഹൈബ്രിഡ് വാഹനം വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ മൈലേജും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഹൈബ്രിഡിലോട്ട് നോക്കാം. അല്ലെങ്കിൽ നോർമൽ നോക്കുവാണെങ്കിൽ മൈലേജ് കുറവൊന്നുമില്ല, ഒരു 15-16 അടുപ്പിച്ച് മൈലേജ് നമുക്ക് ഈ വാഹനത്തിൽ ആവറേജ് കിട്ടും. ഓക്കെ, പിന്നെ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അറിയാൻ, ഇതിന്റെ ടെസ്റ്റ് ഡ്രൈവ് അറിയാൻ വേണ്ടി ഇതിന്റെ എക്സിക്യൂട്ടീവിന്റെ നമ്പർ ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. അപ്പൊ നിങ്ങൾ കൂടുതൽ അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് നിങ്ങളൊരു പുതിയ കാർ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ വണ്ടിയുടെ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളും എല്ലാം ഒന്ന് എടുക്കുക. എടുത്ത് ഓടിച്ച് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും.